ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു റൈസ് ടു ആർ. നമ്മൾ ഇൻസ്റ്റഗ്രാമിൽ കുറെ കൂട്ടുകാർ ചോദിച്ചിരുന്നു നേഴ്സിംഗിന്റെ വിവിധ തരത്തിലുള്ള അഡ്മിഷൻ പ്രോസസ്സുകൾ എങ്ങനെയാണ്, കേരളത്തിന് പുറത്തും എങ്ങനെയാണ് നേഴ്സിംഗിന്റെ അഡ്മിഷൻ നടക്കുന്നത്, കേരളത്തിലാണെങ്കിൽ അത് ഏതൊക്കെ രീതിയിലാണ് നടക്കുന്നത്, അതേപറ്റി ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ചെയ്യാമെന്ന് നമ്മളോട് കൂട്ടുകാർ ചോദിച്ചിരുന്നു. അതിന്റെ ആദ്യപടി എന്നോണമാണ് LBS മുഖേനയുള്ള അഡ്മിഷനെ പറ്റി നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ കാണാനായിട്ട് പോകുന്നത്. LBSലൂടെയാണ് കേരളത്തിലെ ബഹുഭൂരിപക്ഷം വരുന്ന സീറ്റുകളിലേക്കും അഡ്മിഷൻസ് നടക്കുന്നത്. പ്രധാനമായിട്ടും എല്ലാ ഗവൺമെന്റ് സീറ്റുകളിലേക്കും 50% വരുന്ന പ്രൈവറ്റ് നഴ്സിംഗ് അല്ലെങ്കിൽ പാരാമെഡിക്കൽ കോളേജസിലേക്കും അഡ്മിഷൻസ് നടക്കുന്നത് LBS മുഖേനയാണ്. കൂട്ടുകാരെ, ഈ വർഷത്തെ നഴ്സിംഗിന്റെ കേരളത്തിന് പുറത്തുമുള്ള നഴ്സിംഗിന്റെ കംപ്ലീറ്റ് അഡ്മിഷൻ പ്രോസസ്സ് റൈസ് ടു വാറൻ ട്രാക്ക് ചെയ്യുന്നുണ്ട്. നമ്മുടെ ഇൻസ്റ്റഗ്രാം പേജിൽ ഇതിന്റെ അപ്ഡേറ്റ്സ് ഓരോന്നും വരുന്നതനുസരിച്ച് നമ്മൾ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ റൈസ് ടു വാറൻ ഇൻസ്റ്റഗ്രാമിൽ നമ്മൾ ഫോളോ ചെയ്യുക. അപ്പോൾ ഇൻസ്റ്റാഗ്രാം പേജിൽ നമ്മൾ പോസ്റ്റ് ചെയ്യുന്ന എല്ലാ അപ്ഡേറ്റ്സും നിങ്ങൾക്ക് അപ് ടു ഡേറ്റ് ആയിട്ട് കിട്ടുന്നതായിരിക്കും. അലോട്ട്മെന്റുകൾ, രജിസ്ട്രേഷൻ പ്രോസസ്സുകൾ, അതിന്റെ ഓരോ ടൈം ലൈൻസ് എങ്ങനെയാണ്, ഇപ്പോൾ LBS മാനേജ്മെന്റ് അസോസിയേഷൻസിൻ്റെത്, NRI കോട്ടയുടേത്, അങ്ങനെ വിവിധ തരത്തിൽ വരുന്ന ഓരോ അഡ്മിഷൻ പ്രോസസ്സുകളും നമ്മൾ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിൽ ഡീറ്റെയിൽ ചെയ്യുന്നതായിരിക്കും വിത്ത് നെസസറി ടൈം ലൈൻസ് ആൻഡ് വാട്ട് ആർ ദ അപ്ഡേറ്റ്സ്. നമുക്ക് ആദ്യം തന്നെ LBS എന്താണെന്ന് കാണാം. LBS എന്ന് പറയുന്നത് ഒരു ഓട്ടോണമസ് ബോഡിയാണ്. ലാൽ ബഹദൂർ ശാസ്ത്രി എന്ന നമ്മുടെ ഇന്ത്യയുടെ മുൻ പ്രധാനമന്ത്രിയുടെ പേരിൽ സ്ഥാപിതമായിരിക്കുന്ന ഒരു ഓട്ടോണമസ് ബോഡിയാണ് LBS എന്ന് പറയുന്നത്. LBS എന്ന് പറഞ്ഞ ഈ ഒരു ബോഡിയാണ് നമ്മുടെ കേരളത്തിലെ പ്രധാനപ്പെട്ട മെഡിക്കൽ, നഴ്സിംഗ്, ടെക്നിക്കൽ ആൻഡ് പാരാമെഡിക്കൽ അഡ്മിഷൻസ് എല്ലാം നിയന്ത്രിക്കുന്നതും അതിനുവേണ്ട ക്രമീകരണങ്ങൾ നടത്തുന്നതും അലോട്ട്മെന്റുകൾ നടത്തുന്നതും ഇവരാണ്. LBSന്റെ ഈ മുഴുവൻ അഡ്മിഷൻ പ്രോസസ്സുകൾ നടക്കുന്നത് LBSന്റെ ഓൺലൈൻ പോർട്ടൽ ത്രൂ ആണ്. LBScenter.in എന്ന് പറയുന്ന LBSന്റെ പോർട്ടൽ ത്രൂ ആണ് LBSന്റെ ഈ ഒരു രജിസ്ട്രേഷൻ മുതൽ അലോട്ട്മെന്റുകൾ മുതൽ എല്ലാ പ്രോസസ്സുകളും നടക്കുന്നത് ഈ ഒരു സെന്ററിന്റെ ഈ ഒരു ഓൺലൈൻ പോർട്ടൽ മുഖേനയാണ്. LBS മുഖേന ഏതൊക്കെ കോഴ്സുകൾക്കാണ് പ്രധാനമായും അഡ്മിഷൻ പ്രോസസ്സ് നടക്കുന്നത് നമുക്ക് നോക്കാം. എല്ലാവർക്കും അറിയാവുന്നതുപോലെ തന്നെ BSc നഴ്സിംഗ് ആണ് ഇതിൽ ആദ്യത്തേത്. BSc നഴ്സിംഗ് കൂടാതെ ഒട്ടനവധി പാരാമെഡിക്കൽ പ്രോഗ്രാമുകൾക്കും ഈ ഒരു LBS സെന്റർ മുഖേനയാണ് അഡ്മിഷൻസും അലോട്ട്മെന്റുകളും നടക്കുന്നത്. BSc നഴ്സിംഗ് കൂടാതെ മറ്റ് പ്രൊഫഷണൽ പാരാമെഡിക്കൽ പ്രോഗ്രാമുകളായ മെഡിക്കൽ ഇമേജിംഗ് ടെക്നോളജി, മെഡിക്കൽ ലബോറട്ടറി ടെക്നോളജി, പെർഫ്യൂഷൻ തെറാപ്പി, ന്യൂക്ലിയർ മെഡിസിൻ, BASLP, ബാച്ചലർ ഓഫ് ഓഡിയോളജി ആൻഡ് സ്പീച്ച് ലാംഗ്വേജ് പത്തോളജി, അങ്ങനെ ഒട്ടനവധി എമർജൻസി മെഡിസിൻ ടെക്നോളജി, ഒപ്റ്റോമെട്രി, BPT, ഫിസിയോതെറാപ്പി തുടങ്ങിയ ഒട്ടനവധി പ്രോഗ്രാമുകൾക്ക് ഈ ലാൽ ബഹദൂർ ശാസ്ത്രി സെന്റർ ത്രൂ ആണ് ഇതിന്റെ അഡ്മിഷനും അലോട്ട്മെന്റുകളും നടക്കുന്നത്. ഈ പാരാമെഡിക്കൽ പ്രോഗ്രാമുകളെ പറ്റി നമ്മൾ അധികം താമസിക്കാതെ തന്നെ ഈ പാരാമെഡിക്കൽ പ്രോഗ്രാമുകളുടെ ജോലി സാധ്യതകളെ പറ്റി, അത് എങ്ങനെയൊക്കെയാണ് അതിന്റെ കോഴ്സ് രീതികൾ ഒക്കെ കണ്ടക്ട് ചെയ്യുന്നത്, അത് എന്തൊക്കെ കാര്യങ്ങളാണ് പഠിപ്പിക്കുന്നത് തുടങ്ങിയവയെ സംബന്ധിച്ച് ഈ പാരാമെഡിക്കൽ പ്രോഗ്രാം സ്പെസിഫിക് ആയിട്ട് നമ്മളൊരു വീഡിയോ ചെയ്യുന്നുണ്ട് ഇതിന്റെ ജോലി സാധ്യതകളെ പറ്റി. ഈ LBSൽ നഴ്സിംഗ് ആയിക്കൊള്ളട്ടെ, വിവിധ പാരാമെഡിക്കൽ പ്രോഗ്രാമുകൾ ആയിക്കൊള്ളട്ടെ, അതിൽ അപ്ലൈ ചെയ്യുന്നതിന് ഒരു ബേസിക് എലിജിബിലിറ്റി ഉണ്ട്. ആ ബേസിക് എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യത്തെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ഷുഡ് ബി എ സിറ്റിസൺ ഓഫ് ഇന്ത്യ, അതായത് ഒരു ഇന്ത്യൻ പൗരനായിരിക്കണം എന്നുള്ളതാണ് ആദ്യത്തെ എലിജിബിലിറ്റി. രണ്ടാമത്തെ എലിജിബിലിറ്റി എന്ന് പറയുന്നത് ഷുഡ് ബി എ റെസിഡന്റ് ഓഫ് ദ സ്റ്റേറ്റ് ഓഫ് കേരള, കേരളത്തിൽ താമസിക്കുന്ന ഒരാളായിരിക്കണം എന്നുള്ളതാണ്. ഇതിൽ കേരളത്തിൽ ജനിച്ച അല്ലെങ്കിൽ കേരളത്തിൽ താമസിക്കുന്ന ഒരാളായിരിക്കണം എന്നുള്ളതാണ് മറ്റൊരു എലിജിബിലിറ്റി. ഈ കേരളത്തിൽ താമസിക്കുന്നത് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മിനിമം 8ാം ക്ലാസ് മുതലുള്ള വിദ്യാഭ്യാസം, 8ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെയുള്ള വിദ്യാഭ്യാസം എങ്കിലും കേരളത്തിൽ പൂർത്തീകരിച്ചിട്ടുള്ള ഒരാളായിരിക്കണം, അല്ലെങ്കിൽ ആ വ്യക്തി കേരളത്തിൽ ജനിച്ചിട്ടുള്ള ഒരാളായിരിക്കണം. ഇൻ കേസ് ആ ഒരു വ്യക്തിയുടെ പേരൻസ് ഇന്ത്യൻ സെൻട്രൽ ഗവൺമെന്റ് സെക്ടറിൽ ജോലിക്കാരാണ്, ഉദ്യോഗസ്ഥരാണ്, അവർ ആ ഒരു രീതിയിൽ കേരളത്തിൽ വന്ന് താമസിക്കുന്നതാണെങ്കിൽ ആ വ്യക്തിയുടെ അവരുടെ പേരൻസിന്റെ ജോലി അല്ലെങ്കിൽ ജോലി സംബന്ധമായ കാരണങ്ങൾ മൂലം കേരളത്തിൽ വരുന്നത്, അതുകൊണ്ട് അവർ ഒരു കേരളത്തിലെ റെസിഡന്റ് ആയിട്ട് കൺസിഡർ ചെയ്യപ്പെടണമെന്നുള്ളത് പ്രൂവ് ചെയ്യാനായിട്ട് അവർക്ക് സാധിക്കണം. അപ്ലൈ ചെയ്യുന്നതിന്റെ മൂന്നാമത്തെ എലിജിബിലിറ്റി ക്രൈറ്റീരിയയിൽ വരുന്നത് ആ ഒരു വ്യക്തിയുടെ മാർക്കാണ്. +2 ജനറൽ കാറ്റഗറിയിൽ മിനിമം ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി എന്നിവയ്ക്ക് 50% എങ്കിലും മാർക്ക് ഉണ്ടായിരിക്കണം. കമ്പൈൻഡ് ആയിട്ട് 50% അല്ല, ഓരോ സബ്ജക്റ്റിനും ഇൻഡിവിജ്വലി 50% മാർക്ക് എങ്കിലും ഉണ്ടായിരിക്കേണ്ടതാണ്. ഇത് കൂടാതെ OBC, SC, ST കാറ്റഗറിയിലേക്ക് വന്നു കഴിയുമ്പോൾ ആ കാറ്റഗറിയിൽപ്പെട്ടവർക്ക് മിനിമം 45% മാർക്ക് എങ്കിലും ഉണ്ടായിരിക്കേണ്ടതാണ്. ഇത് കൂടാതെ SC, ST റിസർവേഷൻ കാറ്റഗറി ആണെങ്കിൽ ഈ മാർക്കിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. അവർക്ക് 45% മാർക്ക് ഓരോ ഇൻഡിവിജ്വൽ സബ്ജക്റ്റിലും ഉണ്ടായാൽ മതിയായിരിക്കും. ഇനി അടുത്ത എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ഏജ് ആണ്. അപ്ലൈ ചെയ്യുന്നതിന്റെ മിനിമം ഏജ് എന്ന് പറയുന്നത് ഇപ്പൊ 2026 ആണെങ്കിൽ 2026 ഡിസംബർ 31
ആ വ്യക്തിക്ക് 17 വയസ്സ് പൂർത്തിയായിട്ടുണ്ടായിരിക്കണം. അതാണ് മിനിമം ഏജ് എന്ന് പറയുന്നത്. ഇനി മാക്സിമം ഏജ് ഉണ്ട്. മാക്സിമം ഏജ് എന്ന് പറയുന്നത് BSc നഴ്സിംഗിനാണെങ്കിൽ പരമാവധി 35 വയസ്സ് വരെ ഉള്ളവർക്ക് BSc നഴ്സിംഗിന് അപ്ലൈ ചെയ്യാവുന്നതാണ് LBS ത്രൂ. ഇനി മറ്റ് പാരാമെഡിക്കൽ പ്രോഗ്രാമുകളാണെങ്കിൽ 46 വയസ്സ് വരെ അവർക്ക് ഈ പാരാമെഡിക്കൽ പ്രോഗ്രാമുകളിലേക്ക് LBS ത്രൂ അപ്ലൈ ചെയ്യാവുന്നതാണ്. നമ്മൾ എലിജിബിലിറ്റി ക്രൈറ്റീരിയ കണ്ടു. ഇനി നമ്മൾ അഡ്മിഷൻ ആൻഡ് അലോട്ട്മെന്റ് സൈക്കിളിന്റെ വിവിധ സ്റ്റെപ്പുകളാണ് കാണാനായിട്ട് പോകുന്നത്. 2025 വർഷത്തില് ഈ +2 സ്റ്റേറ്റ് സിലബസിന്റെ മാർക്ക് ലിസ്റ്റ്, അതായത് റിസൾട്ട് പ്രഖ്യാപിക്കുന്നതിന് മുന്നേ തന്നെ LBSന്റെ പോർട്ടൽ അവർ ഓപ്പൺ ചെയ്തിരുന്നു. പക്ഷെ നോർമലി സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റേറ്റ് സിലബസ് റിസൾട്ട്, അതായത് സംസ്ഥാന സർക്കാർ, സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പ് അവരുടെ റിസൾട്ട് പ്രഖ്യാപിച്ചതിന് ശേഷമാണ് സാധാരണഗതിയിൽ LBSന്റെ പോർട്ടൽ ഓപ്പൺ ചെയ്യുക. അതുകൊണ്ട് തന്നെ ഈ വർഷം മെയ് 26-നാണ് 12ാം ക്ലാസ്സിന്റെ റിസൾട്ട് പ്രഖ്യാപിക്കുന്ന ഡേറ്റ് ആയിട്ട് നിലവിൽ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ഏകദേശം 26-ന് ശേഷം അല്ലെങ്കിൽ 26-നോടനുബന്ധിച്ചുള്ള ദിവസങ്ങളിലായിരിക്കാം ഈ ഒരു നോട്ടിഫിക്കേഷൻ വരുന്നത്, LBSന്റെ പോർട്ടൽ ഓപ്പൺ ആയി എന്ന് പറഞ്ഞുകൊണ്ട്. ഈ പോർട്ടൽ ഓപ്പൺ ആയി എന്നുള്ള നോട്ടിഫിക്കേഷൻ വരുന്നത് മുതലാണ് ഇതിന്റെ സൈക്കിൾ ആരംഭിക്കുന്നത്. നമ്മൾ LBS പോർട്ടലിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ ആപ്ലിക്കേഷൻ സ്റ്റെപ്പ് കംപ്ലീറ്റ് ചെയ്യുന്നതിനായിട്ട് നമുക്ക് കുറേയേറെ ഡോക്യുമെന്റ്സ് ആവശ്യമായിട്ടുണ്ട്. അതിൽ നമ്മൾ ആദ്യം തന്നെ ഈ ഒരു പോർട്ടലിൽ ചെല്ലുന്ന സമയത്ത് നമ്മൾ പേഴ്സണൽ ഡേറ്റ ഇൻഫർമേഷൻ എല്ലാം ഫില്ല് ചെയ്തിട്ട് നമ്മൾ ഒരു യൂസർ നെയിമും പാസ്വേഡും ക്രിയേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഈ യൂസർ നെയിമും പാസ്വേഡും നമ്മുടെ പിന്നീടുള്ള എല്ലാ കാര്യങ്ങൾക്കും ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ക്രിയേറ്റ് ചെയ്യുന്ന ആ ഒരു യൂസർ നെയിമും പാസ്വേഡും എവിടെയെങ്കിലും കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെക്കുക എന്നുള്ളതാണ് ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. പേഴ്സണൽ ഡേറ്റ എൻ്റർ ചെയ്തതിന് ശേഷം വളരെ പ്രധാനപ്പെട്ടതാണ് നമ്മുടെ മാർക്ക് ലിസ്റ്റ് എൻ്റർ ചെയ്യുക എന്നുള്ളത്. ഈ മാർക്ക് ലിസ്റ്റ് നോർമലി നമ്മുടെ സ്റ്റേറ്റ് സിലബസിൽ പെട്ടവരാണെങ്കിൽ അവരുടെ ഡേറ്റാബേസിൽ നിന്ന് തന്നെ ഓട്ടോമാറ്റിക്കലി LBSന് അവരുടെ ഈ ഒരു മാർക്ക് ലിസ്റ്റ് അറ്റാച്ച് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ അവർ ചോദിക്കുന്നതിനനുസരിച്ച് അവരുടെ രജിസ്ട്രേഷൻ, ഹോൾ ടിക്കറ്റ് രജിസ്ട്രേഷൻ നമ്പറോ അല്ലെങ്കിൽ ഹോൾ ടിക്കറ്റ് തന്നെ നമ്മൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകാം. ഇനി അടുത്തൊരു സ്റ്റെപ്പിലേക്ക് വരുന്നത് നമ്മുടെ ഈ ഇൻഡെക്സ് മാർക്കിന്റെ കാൽക്കുലേഷൻ ആണ്. ഈ ഒരു ഇൻഡെക്സ് മാർക്ക് നമ്മൾ അറിഞ്ഞു വെക്കേണ്ടതായിട്ടുണ്ട്. ആദ്യം തന്നെ ഞാൻ പറഞ്ഞു ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി സബ്ജക്റ്റുകളാണ് നമുക്ക് ഈ ഒരു LBS അലോട്ട്മെന്റ് പോർട്ടൽ അവർ കൺസിഡർ ചെയ്യുന്നത്. ഈ CBSE ICC സിലബസുകളിൽ നോർമലി ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി സബ്ജക്റ്റുകൾ 100 മാർക്കിലാണ് അവരുടെ പരീക്ഷ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ മാർക്കുകളുടെ ടോട്ടൽ, അതായത് ഔട്ട് ഓഫ് 300 എത്ര കിട്ടുന്നോ അതാണ് CBSE ICC സിലബസുകളുടെ ഇൻഡെക്സ് മാർക്ക്. പക്ഷെ സ്റ്റേറ്റ് സിലബസിൽ ഒരു വ്യത്യാസമുണ്ട്. സ്റ്റേറ്റ് സിലബസിൽ പരീക്ഷ നടക്കുന്നത് 120-ലാണ്. ഈ 120-ൽ നടക്കുന്നത് കൊണ്ട് 120 + 120 + 120 360-ലാണ് പരീക്ഷ നടക്കുന്നത്. CBSE ICC സിലബസുകൾ 300-ൽ നടക്കുമ്പോൾ സ്റ്റേറ്റിൽ 360-ലാണ് പരീക്ഷ നടക്കുന്നത്. ഇത് രണ്ടും കൂടെ നോർമലൈസ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ ഇൻഡെക്സ് മാർക്കിംഗ് കാൽക്കുലേഷൻ എന്ന് പറയുന്നത്. നമുക്ക് കിട്ടുന്ന ടോട്ടൽ മാർക്ക് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി സബ്ജക്റ്റുകൾ സ്റ്റേറ്റ് സിലബസിൽ കിട്ടുന്ന ടോട്ടൽ മാർക്ക് ഡിവൈഡഡ് ബൈ 1.2 ആണ് ആ ഒരു കുട്ടിയുടെ ഇൻഡെക്സ് മാർക്ക് എന്ന് പറയുന്നത്. ഈ ഇൻഡെക്സ് മാർക്കിന്റെ ബേസിസിലാണ് അപ്ലൈ ചെയ്യുന്ന കുട്ടികൾ CBSE ആയിക്കോട്ടെ, ICSE ആയിക്കോട്ടെ, സ്റ്റേറ്റ് സിലബസ് ആയിക്കോട്ടെ, ഇവരെല്ലാം ചേർത്ത് ഒറ്റ റാങ്ക് ലിസ്റ്റ് ആക്കുന്നത് ഇൻഡെക്സ് മാർക്കിന്റെ ബേസിലാണ്. ഇപ്പോൾ CBSE-യിൽ ഇൻഡെക്സ് മാർക്ക് 296 ആയിരിക്കട്ടെ, സ്റ്റേറ്റ് സിലബസിൽ ഇൻഡെക്സ് മാർക്ക് ഒരു കുട്ടിക്ക് 297 ആയിരിക്കട്ടെ. അപ്പൊ അവർ തമ്മിലൊരു കമ്പാരിസൺ നടക്കുന്നത് ഇൻഡെക്സ് മാർക്കിന്റെ ബേസിലാണ്. ഇൻഡെക്സ് മാർക്ക് സെയിം ആയിരിക്കുന്നതുകൊണ്ട് തന്നെ CBSE ICC സ്റ്റേറ്റ് സിലബസ് അവർക്ക് പ്രത്യേകിച്ച് ഒരു അഡ്വാൻറ്റേജ് ഒരു സിലബസിനും ഇവിടെ ലഭിക്കുന്നില്ല. അടുത്ത പ്രധാനപ്പെട്ട ഒരു ഡോക്യുമെന്റ് ആണ് നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ്. അതായത് കേരളത്തിൽ താമസിക്കുന്ന അല്ലെങ്കിൽ കേരളത്തിൽ ജനിച്ച ഒരാളാണെന്ന് പ്രൂവ് ചെയ്യുന്ന സർട്ടിഫിക്കറ്റ് ആണ് നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ്. നമുക്ക് ബർത്ത് സർട്ടിഫിക്കറ്റ് ഉപയോഗിക്കാം, അല്ലെങ്കിൽ പാസ്പോർട്ട് പോലുള്ള ഡോക്യുമെന്റ്സിൽ, അല്ലെങ്കിൽ 10th നമ്മുടെ എക്സാം റിസൾട്ട് 10th സർട്ടിഫിക്കറ്റിലൊക്കെ അവരുടെ പ്ലേസ് ഓഫ് ബർത്ത് മാർക്ക് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ അതിന്റെ ബേസിൽ അതെല്ലാം നമുക്ക് നേറ്റിവിറ്റി ആയിട്ട് ഉപയോഗിക്കാവുന്നതാണ്. അതല്ലെങ്കിൽ തന്നെ നമുക്ക് തഹസിൽദാറുടെ അടുത്ത് അപ്ലൈ ചെയ്ത് സ്പെഷ്യൽ നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് ഈ ഒരു പ്രത്യേക സാഹചര്യത്തിൽ അപ്ലൈ ചെയ്ത് വാങ്ങിക്കാവുന്നതാണ്. ഇനി അടുത്തൊരു കാറ്റഗറിയാണ് LBSന്റെ ഒട്ടനവധി അഡ്മിഷൻസും അലോട്ട്മെന്റുകളും നടക്കുന്നത് ഒരു റിസർവേഷൻ ബേസിസിലാണ്. ഈ നിലവിലുള്ള സീറ്റുകളുടെ ഏകദേശം നമ്മുടെ ഗവൺമെന്റ് സിലബസിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ 50% ജനറൽ കോട്ടയ്ക്കും 50% റിസർവേഷനുമാണ് പോകുന്നത്. അപ്പൊ ഈ 50% റിസർവേഷൻ നടക്കുന്നത് ആ ഒരു വ്യക്തിയുടെ കാസ്റ്റിനെ ബേസ് ചെയ്തിട്ടാണ്. അപ്പൊ ആ ഒരു കാസ്റ്റ് പ്രൂവ് ചെയ്യുന്ന സർട്ടിഫിക്കറ്റ് ഈ വ്യക്തികൾക്ക് ആവശ്യമാണ്. ഇപ്പൊ മൈനോറിറ്റി കാസ്റ്റിൽ പെട്ട ഒരാളാണെങ്കിൽ ആ ഒരു വ്യക്തിക്ക് മൈനോറിറ്റി സർട്ടിഫിക്കറ്റ് ആവശ്യമാണ്. ഇപ്പോൾ OBC കാറ്റഗറിയിൽ പെട്ട ഒരാളാണെങ്കിൽ ആ ഒരു വ്യക്തിക്ക് ആ ഒരു OBCയുടെ സർട്ടിഫിക്കറ്റ് ആവശ്യമാണ്. OBC വിഭാഗത്തിൽപ്പെട്ടവർ നോൺ ക്രീമി ലെയർ സർട്ടിഫിക്കറ്റ് ഈ ഒരു സ്പെഷ്യൽ പർപ്പസിനായിട്ട് റെഡിയാക്കേണ്ടതായിട്ടുണ്ട്. നോൺ ക്രീമി ലെയർ സർട്ടിഫിക്കറ്റ് റെഡിയാക്കുന്ന സമയത്ത് ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഇപ്പോൾ ആ ഒരു കുട്ടി നീറ്റിന്റെ എക്സാമിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഡെഫിനറ്റ്ലി നോൺ ക്രീമി ലെയർ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടാകും. പക്ഷെ ആ ഒരു കാറ്റഗറിയിൽ നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്നതെന്ന് വെച്ചാൽ അത് സെൻട്രൽ എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടിയുള്ള നോൺ ക്രീമി ലെയർ സർട്ടിഫിക്കറ്റ് ആയിരിക്കും. പക്ഷേ LBSന് അപ്ലൈ ചെയ്യുന്ന സമയത്ത് സ്റ്റേറ്റ് എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടിയുള്ള നോൺ ക്രീമി ലെയർ സർട്ടിഫിക്കറ്റ് ആവശ്യമാണ്.
അതൊരു പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇപ്പോൾ ഇൻ കേസ് നമ്മൾ ഈ നീറ്റിന് അപ്ലൈ ചെയ്ത സെൻട്രൽ എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടിയുള്ള നോൺ ക്രീമി ലെയർ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്തു വന്നിരിക്കട്ടെ, ആ ഒരു കാരണം കൊണ്ട് അവർ ഒരു റിമാർക്ക് റേസ് ചെയ്യാനും നമുക്ക് വീണ്ടും ഒരു കറക്ഷൻ ഫേസിൽ ഈ ഒരു കംപ്ലീറ്റ് അഡ്മിഷൻ പ്രോസസ് പോകാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ പ്രോപ്പർ ഡോക്യുമെന്റേഷൻ അത്യാവശ്യമാണ്. ഇനി ഗവൺമെന്റ് സീറ്റുകളിൽ ഈ 50% റിസർവേഷൻ്റെ അകത്ത് ഒരു 10% എക്കണോമിക്കലി വീക്കർ സെക്ഷൻസിന് EWSന് വേണ്ടി റിസർവ് ചെയ്തിട്ടുണ്ട്. അതായത് മുന്നോക്ക വിഭാഗങ്ങളിലെ പിന്നോക്കക്കാരാണ് EWS എന്ന് പറയുന്നത്. EWS മെയിൻലി അവർ കാറ്റഗറൈസ് ചെയ്യുന്ന ഇൻകം സർട്ടിഫിക്കറ്റിന്റെ ബേസിലാണ്. അപ്പൊ EWS റിസർവേഷനൊക്കെ പോകുന്ന ജനറൽ കാറ്റഗറിയിൽപ്പെട്ടവരുണ്ടെങ്കിൽ അവർ EWSന്റെ സർട്ടിഫിക്കറ്റ് കളക്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. പിന്നെ ചില പ്രത്യേക റിസർവേഷൻസിൽപ്പെട്ടവർക്ക് അവർക്ക് അവരുടേതായിട്ടുള്ള സർട്ടിഫിക്കറ്റ്സ് ഉണ്ട്. ഇപ്പൊ ഇന്റർകാസ്റ്റ് മാരേജ് ചെയ്ത പേരൻസിന്റെ കുട്ടികൾക്ക് അവർക്ക് അതിന്റെ പ്രത്യേക സർട്ടിഫിക്കറ്റ് ആവശ്യമാണ്. ഇനി ഡിസബിലിറ്റീസ് ഉള്ളവർക്ക് ഡിസബിലിറ്റി സർട്ടിഫിക്കറ്റിന്റെ ആവശ്യമുണ്ട്. അത് ഡിസ്ട്രിക്ട് മെഡിക്കൽ ബോർഡ് സാങ്ഷൻ ചെയ്ത ഡിസബിലിറ്റി സർട്ടിഫിക്കറ്റ് ആവശ്യമാണ്. ഇനി ഇത് കൂടാതെയുള്ള ചില റിസർവേഷൻസ് ഉണ്ട്. ഇപ്പം എക്സ് സർവീസ്മെൻ, സ്പോർട്സ് കോട്ട, NSS ബേസ് ചെയ്തിട്ടുള്ളവര്, അവർക്കെല്ലാം ആ ഒരു പെർട്ടിക്കുലർ റിസർവേഷനിൽ പെട്ട അത് പ്രൂവ് ചെയ്യുന്നതിനുള്ള സർട്ടിഫിക്കറ്റ്സ് ഇതിനോടൊപ്പം അപ്ലോഡ് ചെയ്യേണ്ടതാണ്. ഇതിലൊരു എക്സെപ്ഷൻ ആണ് NRI കോട്ട. ഇതേപ്പറ്റി നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ NRI കോട്ടയുടെ ഡോക്യുമെന്റേഷൻ റിക്വയർമെന്റിനെ സംബന്ധിച്ച് നമ്മളൊരു സ്പെഷ്യൽ വീഡിയോ ചെയ്യുന്നതായിരിക്കും. ഈ ഡോക്യുമെന്റേഷൻ റിക്വയർമെന്റ്സ് എല്ലാം നമ്മൾ അപ്ലോഡ് ചെയ്ത് നമ്മുടെ ആപ്ലിക്കേഷൻ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞ് അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഫീസ് അടയ്ക്കുക എന്നുള്ളതാണ്. ഈ കഴിഞ്ഞ വർഷത്തെ ആ ഒരു ക്രൈറ്റീരിയ വെച്ചിട്ടാണെങ്കിൽ ജനറൽ കാറ്റഗറിക്ക് ഏകദേശം 800 രൂപയും SC/ST കാറ്റഗറിക്ക് 400 രൂപയുമാണ് കഴിഞ്ഞ ഒരു വർഷത്തെ നിരക്ക് പ്രകാരമുള്ള LBS ആപ്ലിക്കേഷന്റെ ഫീസ് എന്ന് പറയുന്നത്. നമ്മുടെ ഒരു പ്രോസസ്സിൽ നമ്മൾ നോട്ടിഫിക്കേഷൻ ഫീസ് കഴിഞ്ഞു, രജിസ്ട്രേഷൻ ഫീസ് കഴിഞ്ഞു. ഇനി അടുത്തത് ഇതിന്റെ വെരിഫിക്കേഷൻ ഫീസ് ആണ്. നമ്മൾ ഇതുവരെ ചെയ്ത കാര്യങ്ങൾ LBS സെന്ററിൽ നിന്ന് അവർ വെരിഫൈ ചെയ്യുന്നു. ഇപ്പോൾ വെരിഫൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഡെഫിഷ്യൻസീസ് ഉണ്ടെങ്കിൽ, നമ്മൾ അപ്ലോഡ് ചെയ്ത സർട്ടിഫിക്കറ്റ്സിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ട്, നമുക്ക് വീണ്ടും ഒരു കറക്ഷൻ ആവശ്യമാണെങ്കിൽ അവർ ആ ഒരു കാര്യം അവിടെ മെൻഷൻ ചെയ്ത് റിമാർക്സ് മെൻഷൻ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ റിമാർക്സിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നമുക്ക് കറക്റ്റ് ചെയ്യുന്നതിനായിട്ട് ഏകദേശം 2 മുതൽ 3 വർക്കിംഗ് ഡേയ്സ് നമുക്ക് ലഭിക്കുന്നതാണ്. ഈ 2 മുതൽ 3 വർക്കിംഗ് ഡേയ്സിനുള്ളിൽ നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന കറക്ഷൻസ് എല്ലാം വരുത്തി ഈ ഒരു ആപ്ലിക്കേഷൻ വീണ്ടും റീസബ്മിറ്റ് ചെയ്യേണ്ടതാണ്. ഇതിനുശേഷമാണ് നമ്മുടെ റാങ്ക് ലിസ്റ്റുകൾ പ്രസിദ്ധീകരിക്കുന്നത്. റാങ്ക് ലിസ്റ്റിൽ പ്രസിദ്ധീകരിക്കുന്ന ആദ്യം ഒരു പ്രൊഫഷണൽ റാങ്ക് ലിസ്റ്റ് ഉണ്ടാവും. ഈ റാങ്ക് ലിസ്റ്റ് നമ്മുടെ ഇൻഡെക്സ് സ്കോറിനെ ബേസ് ചെയ്തിട്ടായിരിക്കും റാങ്ക് ലിസ്റ്റ്. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഇൻഡെക്സ് സ്കോറിനെ ബേസ് ചെയ്ത് ഒരു പ്രൊഫഷണൽ റാങ്ക് ലിസ്റ്റ് വരുന്നു. ഇപ്പോൾ പ്രൊഫഷണൽ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ച് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും നമ്മുടെ ഒരു ഏകദേശം നമ്മുടെ സ്റ്റാൻഡിങ് എങ്ങനെയാണ്. കഴിഞ്ഞ വർഷത്തെ റാങ്ക് ലിസ്റ്റ് എല്ലാം നോക്കിയിട്ട് എത്ര പേർക്ക് അഡ്മിഷൻ കിട്ടിയിട്ടുണ്ട്, എത്ര പേര് പ്ലേസ്ഡ് ആയിട്ടുണ്ട് തുടങ്ങിയ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി നമുക്ക് ഏകദേശം ഒരു ധാരണ കിട്ടും നമുക്ക് ഈ തവണ നമ്മുടെ സ്ഥിതി എങ്ങനെയാണ് എന്നുള്ളതിനെ പറ്റി ഈ ഒരു പ്രൊഫഷണൽ റാങ്ക് ലിസ്റ്റ് നോക്കിയാൽ നമുക്കൊരു ഐഡിയ കിട്ടുന്നതാണ്. ഇനി ഈ ഒരു പ്രൊഫഷണൽ റാങ്ക് ലിസ്റ്റിൽ എന്തെങ്കിലും തരത്തിലുള്ള തെറ്റുകളുണ്ട്, നമ്മുടെ ഇൻഡെക്സ് മാർക്ക് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു അവർ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്നത് തമ്മിൽ എന്തെങ്കിലും ഡിഫറൻസോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമ്മൾ അവരെ അറിയിക്കുക. അതിന് അനുസരിച്ചുള്ള മാറ്റങ്ങൾ വരുത്താനായിട്ട് കുറച്ച് സമയം ഉണ്ടായിരിക്കും. അപ്പോൾ ആ ഒരു മാറ്റങ്ങളോട് കൂടി അവർ ഫൈനൽ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്നതായിരിക്കും. ഈ ഒരു ഫൈനൽ റാങ്ക് ലിസ്റ്റ് വന്നു കഴിഞ്ഞിട്ടാണ് നമ്മുടെ ഈ കോഴ്സ് ആൻഡ് കോളേജ് സെലക്ഷൻ ഫൈനൽ വരുന്നത്. നമ്മൾ ഈ സമയത്ത് നമ്മുടെ കോഴ്സ് നമ്മൾ കൺഫേം ചെയ്യുന്നു, നമ്മൾ മുന്നോട്ടേക്കാണ് പോകുന്നത്. ഈ LBS അഡ്മിഷൻ പ്രോസസ്സുമായിട്ട് നമ്മൾ മുന്നോട്ട് പോകുവാണോ, അപ്പോൾ നമ്മൾ കോഴ്സ് കൺഫർമേഷൻ നടത്തുന്നു. അടുത്തതായിട്ട് നമ്മുടെ കോളേജ് നമ്മൾ റാങ്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഏറ്റവും ചേരാൻ താല്പര്യമുള്ള കോളേജിന് 1ാം സ്ഥാനം കൊടുത്തുകൊണ്ട് ആ ഒരു ക്രോണോളജിക്കൽ ഓർഡറിൽ ഒന്നാമത് നമുക്ക് ഏറ്റവും താല്പര്യമുള്ളത്, രണ്ടാമത് നമുക്ക് രണ്ടാമത് താല്പര്യമുള്ളത്, മൂന്നാമത് നമുക്ക് മൂന്നാമത് താല്പര്യമുള്ളത് എന്നുള്ള രീതിയിലായിരിക്കണം നമ്മൾ കോളേജ് റാങ്ക് ചെയ്യേണ്ടത്. നമ്മളിപ്പോൾ സെലക്ട് ചെയ്ത കോളേജസിന്റെ ആ ഒരു ഓർഡറിലായിരിക്കും നമ്മുടെ അലോട്ട്മെന്റിൽ നമ്മുടെ പേരുകൾ വരാനായിട്ടുള്ള സാധ്യതകളും അടങ്ങിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ താല്പര്യമുള്ളതിന് 1ാം സ്ഥാനത്ത് കൊടുക്കുന്നതാണ് ഏറ്റവും ബുദ്ധിപരമായ തീരുമാനം എന്ന് പറയുന്നത്. ഇപ്പൊ നമുക്ക് കിട്ടാൻ സാധ്യതയുള്ള നമ്മൾ ലിസ്റ്റ് ചെയ്യുക. നമ്മളിപ്പോൾ തന്നെ ഈ ഒരു LBS രജിസ്ട്രേഷൻ തുടങ്ങുന്നതിന് മുന്നേ തന്നെ നമുക്ക് വേണ്ട കോളേജസിന്റെ ഒരു ലിസ്റ്റ് തയ്യാറാക്കുക. നമുക്ക് ഒരു 20 കോളേജിന്റെ ലിസ്റ്റ് എങ്കിലും മിനിമം തയ്യാറാക്കുക. ഇതിന് ഈ ഒരു ലിസ്റ്റിൽ ഇത്ര കോളേജുകളുടെ പേര് മാത്രമേ ഉൾപ്പെടുത്താൻ പറ്റൂന്നൊന്നുമില്ല. നമുക്ക് എത്ര കോളേജുകളുടെ പേര് വേണമെങ്കിലും, കേരളത്തിൽ നിലവിലുള്ള ഏകദേശം ഒരു 150 പരം കോളേജുകൾ നിലവിലുണ്ട്, നഴ്സിംഗ് കോളേജുകൾ. ഇത്രയും കോളേജുകളുടെ പേര് വേണമെങ്കിൽ നമുക്ക് അതിൽ ഇൻക്ലൂഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതിന് ഒരു റെസ്ട്രിക്ഷനോ ഒരു നിബന്ധനകളോ ഇതിന്റെ കാര്യത്തിൽ ഉണ്ടായിരിക്കുന്നതല്ല, കോളേജുകൾ ആഡ് ചെയ്യുന്ന കാര്യത്തിൽ ഉണ്ടായിരിക്കുന്നതല്ല. നമ്മൾ കോളേജ് സെലക്ട് ചെയ്യുന്നതിന്റെ ബേസിസിലായിരിക്കും നമ്മുടെ അലോട്ട്മെന്റുകൾ ആരംഭിക്കുക. ആദ്യം തന്നെ ഒരു ട്രയൽ അലോട്ട്മെന്റ് സംഭവിക്കുന്നതായിരിക്കും. ഈ ഒരു ട്രയൽ അലോട്ട്മെന്റിൽ ഒരു പേര് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം ഉറപ്പിക്കാം നമുക്ക് നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ ഈ ഒരു വർഷം നമുക്ക് നഴ്സിംഗ് ഒരു സീറ്റ് ഉണ്ടായിരിക്കുമെന്ന് ഏകദേശം നമുക്ക് ട്രയൽ അലോട്ട്മെന്റിൽ ഉറപ്പിക്കാവുന്നതാണ്. ഈ ട്രയൽ അലോട്ട്മെന്റിന് ശേഷമായിരിക്കും നമ്മുടെ ഫസ്റ്റ് അലോട്ട്മെന്റ് സംഭവിക്കുക. ഇപ്പോൾ ട്രയൽ അലോട്ട്മെന്റിൽ നമുക്കൊരു കോളേജ് കിട്ടി, അതേ കോളേജ് തന്നെ ഫസ്റ്റ് അലോട്ട്മെന്റിൽ കിട്ടണമെന്ന്
നിർബന്ധമില്ല. ട്രയൽ അലോട്ട്മെന്റിന് ശേഷം ഒരു ഫസ്റ്റ് അലോട്ട്മെന്റ് വരുമ്പോഴും ട്രയൽ അലോട്ട്മെന്റിൽ സീറ്റ് കിട്ടി എല്ലാവർക്കും തന്നെ ഒരു 99% ആളുകൾക്ക് ഫസ്റ്റ് അലോട്ട്മെന്റിൽ സീറ്റ് ഉണ്ടായിരിക്കുന്നതാണ്. അപ്പൊ ആ ഒരു പാറ്റേണിൽ ഫസ്റ്റ് അലോട്ട്മെന്റ് നടക്കുന്നു. ഇപ്പൊ ഫസ്റ്റ് അലോട്ട്മെന്റ് നടന്നു കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ സീറ്റ് ബുക്ക് ചെയ്യുക എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സ്റ്റെപ്പ്. ഇപ്പോൾ നമുക്ക് ഫസ്റ്റ് അലോട്ട്മെന്റിൽ കിട്ടിയത് നമ്മൾ 10ാമത് റാങ്ക് ചെയ്ത കോളേജാണ് എന്ന് കരുതി നമ്മൾ അടുത്ത 8ാമതോ 7ാമതോ കിട്ടുന്ന കോളേജ് കിട്ടുന്നത് വരെ സെക്കൻഡോ തേർഡോ വരെ വെയിറ്റ് ചെയ്യാമെന്നാണ് ചിന്തിക്കുന്നതെങ്കിൽ നമ്മൾ വളരെ തെറ്റായ ഒരു വഴിയിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഫസ്റ്റ് അലോട്ട്മെന്റിൽ നമ്മൾ നമ്മുടെ സീറ്റ് ഫിക്സ് ചെയ്തില്ല എങ്കിൽ മുന്നോട്ടേക്കുള്ള അലോട്ട്മെന്റുകളിൽ നമ്മളെ കൺസിഡർ ചെയ്യുന്നതല്ല. ഫസ്റ്റ് അലോട്ട്മെന്റിൽ നമ്മുടെ പേര് വന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് അലോട്ട്മെന്റ് മെമ്മോ ഡൗൺലോഡ് ചെയ്യുക. ഏത് കോളേജിലാണോ നമ്മുടെ പേര് വന്നിരിക്കുന്നത് ആ ഒരു കോളേജിൽ കൊണ്ടുപോയി ടോക്കൺ ഫീസ് അടയ്ക്കുക എന്നുള്ളതാണ്. ഈ ടോക്കൺ ഫീസ് ജനറൽ കാറ്റഗറിക്ക് 25,000 രൂപയും SC/ST കാറ്റഗറിക്ക് 1000 രൂപ എന്നുള്ള നിലയിലാണ്. ഈ ഒരു ടോക്കൺ ഫീസ് അടച്ച് നമ്മുടെ സീറ്റ് ഉറപ്പിക്കുക. ഇതിനുശേഷം നമുക്ക് സെക്കൻഡ് അലോട്ട്മെന്റിലേക്കും തേർഡ് അലോട്ട്മെന്റിലേക്കും പോകാനായിട്ട് സാധിക്കും. ഇപ്പൊ നമ്മൾ ഫസ്റ്റ് അലോട്ട്മെന്റിൽ ടോക്കൺ ഫീസ് അടച്ച് നമ്മുടെ സീറ്റ് ബുക്ക് ചെയ്യുന്നില്ല എങ്കിൽ സംഭവിക്കുന്നത് LBS സിസ്റ്റം കൺസിഡർ ചെയ്യുന്നത് നമ്മൾ ഈ അഡ്മിഷൻ പ്രോസസ്സിൽ നിന്ന് മാറി മറ്റേതെങ്കിലും കോഴ്സിലേക്കോ അല്ലെ മറ്റേതെങ്കിലും സ്റ്റേറ്റിലേക്കോ നമ്മൾ പോയി എന്നുള്ളതാണ്. അപ്പോൾ ഫസ്റ്റ് അലോട്ട്മെന്റിൽ ടോക്കൺ ഫീസ് അടച്ച് അവരുടെ സീറ്റ് ഉറപ്പിക്കുന്നവരെ മാത്രമായിരിക്കും പിന്നീട് അങ്ങോട്ടുള്ള സെക്കൻഡ് തേർഡ് അലോട്ട്മെന്റുകൾ അല്ലെങ്കിൽ ഇതിനുശേഷം എത്ര അലോട്ട്മെന്റ് ഉണ്ടോ 10 അലോട്ട്മെന്റുകൾ വരെ പോകാം സപ്ലിമെന്ററി അലോട്ട്മെന്റുകളായിട്ട്. അപ്പോൾ ഈ അലോട്ട്മെന്റുകളിലെല്ലാം കൺസിഡർ ചെയ്യുന്ന ഫസ്റ്റ് അലോട്ട്മെന്റിൽ ഇൻക്ലൂഡ് ചെയ്യുന്നവരെ ആയിരിക്കും. ടോക്കൺ ഫീസ് അടച്ച് നമ്മൾ നമ്മുടെ സീറ്റ് ഉറപ്പിക്കുന്നു. അതിനുശേഷം സെക്കൻഡ് അലോട്ട്മെന്റിൽ അല്ലെ തേർഡ് അലോട്ട്മെന്റിൽ നമുക്ക് ഏത് കോളേജ് ആണോ കിട്ടാൻ താല്പര്യം, ഇപ്പൊ നമുക്ക് കിട്ടിയിരിക്കുന്ന 10ാം സ്ഥാനത്തുള്ളൊരു കോളേജ് ആണെങ്കിൽ ഈ 10ന് താഴേക്കുള്ള എല്ലാ കോളേജുകളും നമ്മുടെ ലിസ്റ്റിൽ നിന്ന് അപ്രത്യക്ഷമാകും. 10ന് മുകളിലേക്കുള്ള കോളേജുകൾ മാത്രമായിരിക്കും നമ്മുടെ ലിസ്റ്റിൽ ഉണ്ടായിരിക്കാം. ഇപ്പൊ ഇതിൽ നമുക്ക് എന്തെങ്കിലും റീഅറേഞ്ച്മെന്റ് നടത്തണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതിന് ഈ ഒരു സമയത്ത് അവസരം ഉണ്ടായിരിക്കുന്നതാണ്. നമുക്ക് വീണ്ടും നമ്മുടെ പ്രയോറിറ്റി തിരിച്ച് ഏതെങ്കിലും കോളേജുകൾ നമുക്ക് കൊണ്ടുവരേണ്ടതായിട്ടുണ്ടെങ്കിൽ ആ ഒരു പ്രയോറിറ്റി ലിസ്റ്റിനനുസരിച്ച് നോക്കുക. അപ്പോൾ അതിന് പ്രകാരം വേണ്ട മാറ്റങ്ങൾ വരുത്തി സെക്കൻഡ് അലോട്ട്മെന്റിലും തേർഡ് അലോട്ട്മെന്റിലും നമ്മുടെ സ്ഥാനം എങ്ങനെയാണെന്ന് മനസ്സിലാക്കുക. ഈ തേർഡ് അലോട്ട്മെന്റിൽ നമുക്ക് ഒരു കോളേജ് കിട്ടി എന്നിരിക്കട്ടെ. ഫസ്റ്റ് അലോട്ട്മെന്റ് ടോക്കൺ അടയ്ക്കുന്നു. അതിനുശേഷം നമ്മൾ സെക്കൻഡ് അലോട്ട്മെന്റിലേക്ക് പോവുകയാണ്. സെക്കൻഡ് അലോട്ട്മെന്റിൽ നമുക്കൊരു കോളേജ് കിട്ടുന്നു. ആ ഒരു കോളേജ് നമ്മൾ ഫൈനലൈസ് ചെയ്യുന്നില്ല, പകരം നമ്മൾ തേർഡ് അലോട്ട്മെന്റിലേക്ക് പോവുകയാണ്. ഇപ്പൊ തേർഡ് അലോട്ട്മെന്റിൽ നമുക്ക് വേറൊരു കോളേജാണ് കിട്ടുന്നതെന്നിരിക്കട്ടെ. ഇങ്ങനെ ഫസ്റ്റ് അലോട്ട്മെന്റിൽ ഒരു കോളേജ്, സെക്കൻഡ് അലോട്ട്മെന്റിൽ മറ്റൊരു കോളേജ്, തേർഡ് അലോട്ട്മെന്റിൽ വേറൊരു കോളേജ്. ഇപ്പൊ തേർഡ് അലോട്ട്മെന്റിലെ നമ്മുടെ കോളേജാണ് നമ്മുടെ അൾട്ടിമേറ്റ് എൻഡ് എന്ന് പറയുന്നത്. തേർഡ് അലോട്ട്മെന്റിൽ ഏത് കിട്ടുന്നോ അവിടെ പോയി നമ്മൾ ഫൈനൽ ചെയ്തിരിക്കണം. ഇപ്പൊ ഫസ്റ്റ് അലോട്ട്മെന്റിൽ കിട്ടിയ കോളേജിൽ നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആണ്, അവിടെ തന്നെ കണ്ടിന്യൂ ചെയ്യാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്. മുന്നോട്ടുള്ള മറ്റു ഓപ്ഷൻസിലേക്ക് ഇപ്പോൾ 10ാമത്തെ കോളേജാണ് നിങ്ങൾക്ക് കിട്ടിയതെങ്കിൽ ഇതിന് മുന്നേ ഉള്ള കോളേജുകളിലേക്കുള്ള നിങ്ങളുടെ സാധ്യത നിങ്ങൾ എക്സ്പ്ലോർ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഫസ്റ്റ് അലോട്ട്മെന്റ് വന്നതിന് ശേഷം നിങ്ങൾ ഫൈനലൈസ് ചെയ്യുകയാണെങ്കിൽ ആ ഒരു പോർട്ടലിൽ കയറി നമുക്ക് അതിന് മുന്നേ ഉള്ള നമ്മുടെ ഓപ്ഷൻസ് ഉണ്ടല്ലോ, ആ ഓപ്ഷൻസ് ഡിലീറ്റ് ചെയ്ത് നമ്മുടെ ഈ ഒരു കോളേജ് നമ്മൾ ഫൈനലൈസ് ചെയ്യാം. ഇപ്പൊ സെക്കൻഡ് അലോട്ട്മെന്റിലാണ് നമുക്ക് ഇഷ്ടമുള്ള കോളേജ് കിട്ടിയെന്നിരിക്കട്ടെ. നമ്മൾ ഒരു 6ാമത് റാങ്ക് ചെയ്ത കോളേജ് സെക്കൻഡ് അലോട്ട്മെന്റിൽ നമുക്ക് കിട്ടി. അപ്പോൾ നമ്മൾ ഫൈനലൈസ് ചെയ്യുകയാണെങ്കിൽ ഈ 6ന് മുകളിലേക്കുള്ള 1, 2, 3, 4, 5 എന്നീ ഓപ്ഷൻസ് നമ്മൾ ഡിലീറ്റ് ചെയ്ത് നമ്മുടെ ഈ ഒരു കോളേജ് നമ്മൾ ഫൈനലൈസ് ചെയ്യാം. ഇനി തേർഡ് അലോട്ട്മെന്റിലേക്ക് പോകുന്ന സമയത്ത് നമ്മൾ ഡെഫിനറ്റ് ആയിട്ടും അവിടെ ഒരു ചൂസിങ് നടത്തിയിരിക്കണം. തേർഡ് അലോട്ട്മെന്റിൽ നമുക്ക് ഏത് കോളേജ് ആണോ കിട്ടിയിരിക്കുന്നത് ആ ഒരു കോളേജിൽ നമ്മൾ അഡ്മിഷൻ എടുത്തിരിക്കണം. അതാണ് LBSന്റെ നിയമം എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മൾ ഈ തേർഡ് അലോട്ട്മെന്റിൽ നമ്മൾ ചൂസ് ചെയ്തിരിക്കുന്നത് നമ്മളൊരു 4ാമത് റാങ്ക് ചെയ്തിരിക്കുന്ന കോളേജ് ആണെന്നിരിക്കട്ടെ. ആ ഒരു കോളേജിൽ നമ്മൾ ഉറപ്പായും അലോട്ട്മെന്റ് മെമ്മോ ഡൗൺലോഡ് ചെയ്ത് നമുക്ക് ആവശ്യമുള്ള ഡോക്യുമെന്റ്സുമായി അവിടെ പോയി നമ്മൾ അഡ്മിഷൻ എടുത്തിരിക്കണം. അഡ്മിഷൻ എടുത്തില്ല എന്നിരിക്കട്ടെ, നമ്മുടെ ചാൻസ് അവിടെ നഷ്ടപ്പെടുകയാണ്. പിന്നീട് നമുക്ക് ഫസ്റ്റിലും സെക്കൻഡിലും കിട്ടിയ 10ാമത്തെ അല്ലെ 7ാമത്തെ റാങ്കിലേക്ക് നമുക്ക് തിരിഞ്ഞു നോക്കാൻ പറ്റില്ല. നമ്മുടെ ഫൈനൽ ഓപ്ഷൻ ഇസ് 4th. നമ്മൾ അഡ്മിഷൻ എടുത്ത് കഴിഞ്ഞിട്ട് പിന്നീടുള്ള അലോട്ട്മെന്റുകളിലേക്ക് നമുക്ക് ആ ഒരു കോളേജിന്റെ പെർമിഷൻ ഉണ്ടെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാം. അവിടെ അഡ്മിഷൻ എടുത്തതിന് ശേഷം ആ ഒരു കോളേജിന്റെ NOC വാങ്ങിച്ച് ആവശ്യമുണ്ടെങ്കിൽ പിന്നീടുള്ള അലോട്ട്മെന്റ് സൈക്കിളുകളിലേക്ക്, ഇപ്പോൾ ഒരു കമ്മ്യൂണിറ്റി ബേസ്ഡ് സ്പോട്ട് അലോട്ട്മെന്റ് നടക്കും, അല്ലെങ്കിൽ അടുത്ത 5th, 6th, 7th അലോട്ട്മെന്റുകളൊക്കെ നടക്കുന്നുണ്ടാവും. ആ അലോട്ട്മെന്റുകളിലേക്കൊക്കെ നമുക്ക് മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഈ ഒരു കോളേജിന്റെ NOC വാങ്ങിച്ച് നമുക്ക് തുടരാവുന്നതാണ് ഈ ഒരു പ്രോസസ്സ്. തേർഡ് അലോട്ട്മെന്റിൽ നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടിയല്ലെന്നിരിക്കട്ടെ, നിങ്ങൾ വിഷമിക്കേണ്ട. നിങ്ങൾക്ക് ഇനിയും മറ്റ് അലോട്ട്മെന്റുകൾ ഉണ്ടായിരിക്കുന്നതാണ്. കഴിഞ്ഞ വർഷം ഏകദേശം 10ഓളം അലോട്ട്മെന്റുകൾ LBS മുഖേന നഴ്സിംഗിന് വേണ്ടി നടന്നിട്ടുണ്ടായിരുന്നു. മറ്റ് പാരാമെഡിക്കൽ കോഴ്സുകൾക്കും ഇതുപോലെ തന്നെ 4th, 5th, 6th അലോട്ട്മെന്റുകൾ വരെയൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നമുക്ക് മുന്നോട്ട് കാത്തിരിക്കാം, പ്രത്യാശയോടെ ഇരിക്കാം. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്, നമ്മുടെ ഒരു പെർസെൻറ്റേജ് സ്കെയിലിൽ ഒരു ജനറൽ കാറ്റഗറി ആണെങ്കിൽ ഒരു 95% എങ്കിലും മാർക്ക് ഉണ്ടെങ്കിൽ
മാത്രമേ നമ്മൾ ഈ ഒരു LBS മുഖേന നമ്മൾ അഡ്മിഷനിലേക്ക് കടക്കാവൂ. ഒരു 95% മാർക്ക് ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ മറ്റ് ഓപ്ഷൻസ് എക്സ്പ്ലോർ ചെയ്ത് തുടങ്ങുന്നത് നല്ലതായിരിക്കും. LBS നമുക്ക് ഒരു ഓപ്ഷനായിട്ട് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാം. ഒരു 90 to 95% ഒക്കെ ആണെങ്കിൽ നമുക്ക് LBSനെ ഒരു ഓപ്ഷനായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാം. പക്ഷേ മറ്റ് ഓപ്ഷൻസ്, ഇപ്പോൾ മാനേജ്മെന്റ് അസോസിയേഷനുകളുടെ അഡ്മിഷൻ പ്രോസസ്സുകൾ, ഔട്ട് ഓഫ് കേരള അഡ്മിഷൻ പ്രോസസ്സുകൾ, NRI കോട്ട തുടങ്ങിയ ഓപ്ഷൻസ് കൂടെ എക്സ്പ്ലോർ ചെയ്യുന്നത് നല്ലതായിരിക്കും. അപ്പോൾ LBS അഡ്മിഷൻ പ്രോസസ്സിനെ പറ്റിയാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ കണ്ടത്. LBS അഡ്മിഷൻ പ്രോസസ്സിന്റെ ക്രൈറ്റീരിയാസ് നമ്മൾ കണ്ടു, അതിന്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സുകൾ നമ്മൾ കണ്ടു. ഇനി അഡ്മിഷൻ റിക്വയർമെന്റ്സ്, ഡോക്യുമെന്റേഷൻ റിക്വയർമെന്റിനെ സംബന്ധിച്ച് നമ്മളൊരു സ്പെഷ്യൽ വീഡിയോ ചെയ്യുന്നതായിരിക്കും. ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷനോട് കൂടി ഏതൊക്കെ ഡോക്യുമെന്റ്സ് ആണ് ചെയ്യേണ്ടതെന്നുള്ളതിനെ സംബന്ധിച്ച് നമ്മളൊരു ഡീറ്റെയിൽഡ് വീഡിയോ ചെയ്യുന്നതായിരിക്കും. അതുകൂടാതെ മറ്റു പാരാമെഡിക്കൽ കോഴ്സുകളെ സംബന്ധിച്ച്, അതിന്റെ സ്കോപ്പിനെ സംബന്ധിച്ച്, ജോലി സാധ്യതകളെ സംബന്ധിച്ച് നമ്മൾ വീഡിയോ ചെയ്യുന്നതായിരിക്കും. ഇൻഡെക്സ് മാർക്കിന്റെ കാൽക്കുലേഷനെ സംബന്ധിച്ച് നമ്മൾ വീഡിയോ ചെയ്യുന്നതായിരിക്കും. അതുകൂടാതെ തന്നെ NRI സീറ്റുകൾ എങ്ങനെയാണ് ഫില്ല് ചെയ്യുന്നത്, അവരുടെ ഡോക്യുമെന്റേഷൻ റിക്വയർമെന്റും അതിന്റെ പ്രോസസ്സും എങ്ങനെയാണെന്നുള്ളതിനെ സംബന്ധിച്ചും നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സോ നിങ്ങൾക്ക് എന്തെങ്കിലും ക്വയറീസ് ഉണ്ടെങ്കിൽ ഇൻസ്റ്റഗ്രാമിൽ റൈസ് ടു ആർൻ ഫോളോ ചെയ്യുക, നമ്മളെ കോൺടാക്ട് ചെയ്യുക. ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജ് ചെയ്യുന്നതിനനുസരിച്ച് നമ്മൾ അതിന് മറുപടികൾ നൽകുന്നതായിരിക്കും, നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും. സോ ഡു സബ്സ്ക്രൈബ് റൈസ് ടു ആർൻ ഇൻ യൂട്യൂബ് ആൻഡ് ഫോളോ us on Instagram. Thank you.